മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ, ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, ഇപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ? ചെമ്പാ, നീ ഈ കാട്ടിലൊന്നും അല്ലേ താമസം? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പെണ്ണിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ശരിയാ അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിന്റെ അകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്? ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കം നോക്കി നമ്മുടെ കുസൃതി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ കാക്കപ്പെണ്ണെ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ 4 കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഇന്ന് അടിപൊളിയാണ്. വാ, നമുക്കും പോയി നോക്കാം. നല്ല രസമാകും. അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും. വാ, വേഗം പോവാ. കാക്കപ്പെണ്ണെ, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ? വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂടുപോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം. നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പാ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ, കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ. എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമം എത്തി. ഓ, ഞാൻ നന്നായി പാടി വരുമായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്. കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ. നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് തുറന്നെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിന്? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല് കിട്ടും. കാടായാലും നാടായാലും എനിക്കൊരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം.
ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട്... നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്നും ചെയ്യലേ, ഞങ്ങൾ പോയേക്കാം, ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ, മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മൾ എങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും, വാ നോക്കാം. കാക്കപ്പെണ്ണെ, സഹായിക്കണേ, നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ? എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു, സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അയ്യോ, രക്ഷിക്കണേ! ഹാവൂ, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ, സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്? നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, എല്ലാം ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോട് നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല. പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. അതൊക്കെ ഒരു കാലം. മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. കപ്പയും എലി ഫ്രൈയും. ഇന്നത്തെ കാര്യം കുശാൽ. നീ ആടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. അല്ലേ വേണ്ട. തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതേ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ, വരാമായിരുന്നു.
ഇന്നെന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ, വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ. എലി എങ്കി എലി. ഹേയ്, നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ? ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ, ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാ. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ, നീയായിരുന്നു. നിനക്കെന്താടാ, എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ. 2 പ്രാവശ്യം പേടിച്ചു. നീ ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. അയ്യോ, ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ, എങ്കിൽ തെളിയിച്ചു കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്.
ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി. നടന്നു മടുത്തു. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഹോ, ദാഹിച്ച് തൊണ്ട പൊട്ടാറായി. ഇതിലേ പോയാൽ വല്ല കാട്ടരുവിയും ഉണ്ടാകുമോ? അയ്യോ, ചെന്നായ! ഈശ്വര, ചെന്നായയുടെ മുന്നിലാണോ ഞാൻ ചെന്ന് പെട്ടത്? ഇനി എന്ത് ചെയ്യും? ആരാടാ അത്? എടാ, ആരാന്ന്? എന്നോടാണോ ചോദിച്ചത്? ആ, എന്താ സംശയം? നിന്നോട് തന്നെ. ഈ കാട്ടിൽ എന്റെ അനുവാദമില്ലാതെ നീ എന്തിനി വന്നു? പറയടാ. നാട്ടിൽ നിന്ന് വരുന്ന ഒരു പൂച്ചയാണ് ഞാൻ. ഞങ്ങൾ പൂച്ചകൾക്ക് പ്രായമായാൽ നാട്ടിൽ മനുഷ്യരുടെ കൂടെയുള്ള വാസം അവസാനിപ്പിച്ച് കാട് കയറാറാണ് പതിവ്. ഓ, മനസ്സിലായി. ഇതുപോലെ പണ്ട് നാട് വിട്ട് വനവാസത്തിന് വന്ന ഒരുത്തൈ ശിഷ്യനായി ഇന്നും എന്റെ കൂടെ ഉണ്ട്. അതാരാണ്? ആ വരുന്നവൻ തന്നെ. എടാ കഴുതച്ചാരെ, ദേ നാട്ടിന്ന് ഒരുത്തനും കൂടി വന്നിരിക്കുന്നു. ആശാനെ, ഇവനെ ഞാൻ ഓടിച്ച് കാട് കടത്തട്ടെ. ആ, വരട്ടെ. അതിനു മുമ്പ് ഈ ഞാൻ ആരാണെന്ന് ഇവനെ ഒന്ന് ശരിക്കും ബോധ്യപ്പെടുത്ത്. ഓ, അറിയാം. ചെന്നായല്ലേ? ചെന്നായോ? അല്ല, കാട്ടുപട്ടി. നീ ഒരു മരപ്പട്ടി തന്നെ. ആ, ഇപ്പൊ മനസ്സിലായി. എന്ത്? നീ മരപ്പട്ടിയാണെന്നോ? അങ്ങ് പാക്കാനാണെന്നോ? പാക്കാൻ. ഏയ്, പാക്കാനും പാക്കറിനും ഒന്നും അല്ലടോ. ഇതാണ് സാക്ഷാൽ കുറുക്കൻ, മഹാസൂത്രശാലിയും അതിബുദ്ധിമാനുമായ എന്റെ കുറുക്കനാശാൻ. ഓ, അങ്ങാണല്ലേ ഈ കുറുക്കൻ. പഞ്ചതന്ത്രം കഥകളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. കുറുക്കൻ എന്ന് പറയല്ലേ, കുറുക്കനാശാൻ. സത്യത്തിൽ എന്റെ ഈ വരവ് തന്നെ കുറുക്കനാശാനെ ഒന്ന് കാണുവാനും അങ്ങയുടെ കീഴിൽ ശിഷ്യപ്പെടാനും വേണ്ടി മാത്രമായിരുന്നു. തേടിയ വള്ളി വാല് ചുറ്റി. പക്ഷേ എല്ലാവർക്കും ഈ മുഖം കാണാൻ അവസരം കൊടുക്കാറില്ല. എന്നെ കാണാൻ ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിച്ചു വരാറുണ്ട്. തേടിയ വള്ളി വാലിൽ ചുറ്റി എന്നല്ല, കാലിൽ ചുറ്റി എന്നാണ് പഴഞ്ചൊല്ല്. വിജ്ഞാനം കുറവാണല്ലേ? വളരെ കുറവാണ്. കുറുക്കനാശാൻ എന്നെ ഒരു ശിഷ്യനായി സ്വീകരിച്ച് എല്ലാ അറിവുകളും പകർന്നു തരണം. ശിഷ്യനായി സ്വീകരിക്കുന്ന കാര്യം എളുപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താണ്? അത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ലക്ഷം ജീവികൾ ഒന്നിക്കുമ്പോൾ ലക്ഷണമുള്ളോരൊന്നോ രണ്ടോ. ലക്ഷം ജീവികൾ ഒന്നിക്കുമ്പോൾ ലക്ഷണമുള്ളോരൊന്നോ രണ്ടോ. ലക്ഷം ജീവികൾ ഒന്നിക്കുമ്പോൾ ലക്ഷണമുള്ളോരൊന്നോ രണ്ടോ. തനിക്ക് ലക്ഷണമില്ല. ലക്ഷ്മണനോ? ലക്ഷ്മണനല്ല, ലക്ഷണം. കുറുക്കനാശാനെ, ദയവായി അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. അങ്ങക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എടാ കഴുതേ, ഇങ്ങനെ ഒരു വാക്ക് നീ പോലും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും അവസരത്തിനൊത്ത് കാലുമാറുന്നവനല്ലോടോ താൻ. താനെന്നോ? ഗുരുവിനെ നിന്ദിക്കുന്നോടാ? ഗുരു നിന്ന പൊറുക്കാനാവില്ല. കടന്നു പോടാ. ഇന്ന് മുതൽ നീ എന്റെ ശിഷ്യനല്ല. ഓടാ. ഒരു കാരണവുമില്ലാതെ എന്നെ പുറത്താക്കിയ നീ അനുഭവിക്കുമടാ, കള്ള കുറുക്ക. ഓടടാ.
ഞാൻ വീണ്ടും പറയുന്നു, അങ്ങക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാർ. ആശാൻ എനിക്ക് കുറച്ച് സൂത്രങ്ങൾ പഠിപ്പിച്ച് തരണം. തൽക്കാലം ഈ കാട്ടിൽ നീ ഒന്നും ചെയ്യാൻ. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ, ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ പറയാം. അത് നീ അനുസരിച്ചാൽ മതി. എന്ത് ചെയ്യണമെന്ന് ആശാൻ പറയൂ. ഓ, കാട്ടുകോഴി ഇറച്ചി തിന്ന് ഞാൻ മടുത്തു കുഞ്ഞേ. നാട്ടുകോഴിയുടെ ഇറച്ചി തിന്നാൻ കൊതിയാവുന്നു. എല്ലാ ദിവസവും നാട്ടിൽ പോയി ഓരോ കോഴിയെ ഗുരുദക്ഷിണയായി നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. തരില്ലേ? എല്ലാ ദിവസവും നാട്ടിൽ പോയി കോഴിയെ കൊണ്ടുവരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആശാനെ. എന്തുകൊണ്ട് പറ്റില്ല? പറ്റണം. പറയുന്നതനുസരിച്ചാൽ എനിക്കറിയാവുന്ന സകല മന്ത്രങ്ങളും തന്ത്രങ്ങളും അറിവുകളും അടവുകളും പകർന്നു ഞാൻ നൽകി നിന്നെ ഈ ലോകത്തിലെ നമ്പർ 1 ഹീറോ ആക്കും. ഹീറോയോ? അതെ, ഹീറോ. നീ ഇപ്പോൾ ഒരു കഴിവുമില്ലാത്ത വെറും സീറോയല്ലേ? എന്നാൽ ഈ സീറോയിൽ നിന്നും ഞാൻ നിന്നെ ഹീറോ ആക്കി മാറ്റും. ആശാനെ, ഒരു കഴിവുമില്ലാത്തവന് വെറുതെ പറയല്ലേ. എനിക്കും ഒരു ചെറിയ കഴിവുണ്ട് കേട്ടോ. എന്ത് കഴിവ്? ആയിരക്കണക്കിന് സൂത്രവിദ്യകൾ അറിയാവുന്ന എന്റെ കഴിവിന് മുന്നിൽ നിന്റെ ഒരേ ഒരു കഴിവിന് എന്ത് പ്രസക്തി? നീ മിണ്ടരുത്. നിനക്കറിയാമോ, ഈ കാട്ടിലെ സിംഹരാജന് വരെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ഞാനാണ്. അയ്യോ, വെടിയൊച്ചയാണല്ലോ കേട്ടത്. വേട്ട നായ്ക്കളെ കൊണ്ട് നായാട്ടുകാർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, നായാട്ടുകാരോ? എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇല്ലേ വേട്ട നായകൾ നമ്മളെ കടിച്ച് കീറും. അതെ, എത്രയും വേഗം രക്ഷപ്പെടാവും. സൂത്രം ആലോചിക്കൂ. ഞാനോ? അങ്ങ് ആലോചിക്കൂ. സിംഹരാജാവിന് പോലും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അങ്ങക്ക് ആയിരക്കണക്കിന് തന്ത്രങ്ങളും മന്ത്രങ്ങളും അടവുകളും അറിയാവുന്നതല്ലേ? എല്ലാം എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ രക്ഷപ്പെടേണ്ട തന്ത്രം മാത്രം എനിക്കറിയില്ല. ആശാനെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു ചെറിയ കഴിവ് എനിക്കുണ്ടെന്ന്. എന്റെ കഴിവ് ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണ്. മരം കയറ്റമായിരുന്നല്ലേ നിനക്കറിയാവുന്ന ആ കഴിവ്? മരം കയറാനുള്ള കഴിവ് എനിക്കില്ല. അയ്യോ, വേട്ട നായ്ക്കളെത്തി. കുറെ കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആശാനെ. ആവശ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കഴിവായാലും മതി നമുക്ക്. എനിക്കുള്ള ഒരേ ഒരു കഴിവ് മരം കയറ്റമാണ്. നന്നായി ഓടാൻ അറിയാമല്ലോ. കുറുക്കനാശാൻ വേഗം ഓടി രക്ഷപ്പെട്ടോളൂ. എന്തൊരു ചൂട്! ഇങ്ങനെ വെയില് തെളിഞ്ഞ കാട്ടുമരങ്ങൾ മാത്രമല്ല, കാട്ടുമൃഗങ്ങളും ഉണങ്ങിച്ചാവും. വിശപ്പ് കൊണ്ട് കുടല് കരിയുന്നതിനിടയില വെയില് കൊണ്ടുള്ള ഈ കരിയല്. ഒരു കാട്ടാനയുടെ ശക്തി ഉണ്ടായിരുന്നേൽ ഈ മരം പറിച്ചൊരു കൂടയായി ചൂടാമായിരുന്നു. അതെന്താണ് ആ പോകുന്നത്? പറക്കും തളികയോ? അല്ല, പറക്കും തളിക ആകാശത്തിലൂടെയല്ലേ പോകുന്നത്? നോക്കട്ടെ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഓഹോ, അപ്പൊ മാനല്ല. മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല. ഓ, അപ്പൊ മീനും അല്ല. പിന്നെ ആരാണ്? അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ആരാടാ അത്? ഇത് മുയലച്ചനായിരുന്നോ? എന്താ കുറുക്കച്ച? ഒന്നുമില്ല. പുറകിന്ന് കണ്ടപ്പോ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഇതെന്താണ് തലയിൽ? ഇതാണ് തൊപ്പിക്കുട. ഈ കാട്ടിൽ വന്ന ഏതോ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയതാണെന്ന് തോന്നുന്നു. ഇത് തലയിലിങ്ങനെ വെച്ചാല് വെയില് കൊള്ളാതെ സുഖായിട്ട് നടക്കാം. കൊള്ളാം. ഇത് കിടുവല്ല, കുട. ഈ കുട കിടുവാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എനിക്കും ഒന്ന് തരാമോ മുയലച്ചാ? ഇത് തന്നാ പിന്നെ ഞാൻ വെയില് കൊള്ളില്ലേ? മുയലച്ചാ, 2-3 ദിവസമായി എന്തോ ഒരു ക്ഷീണം പോലെ.
എത്രയും വേഗം കാട്ടുവൈദ്യനെ പോയി ഒന്ന് കാണണം. ഇനിയും ഞാൻ വെയില് കൊണ്ടാ ഞാൻ ക്ഷീണിച്ച് ചത്തുപോകും. അതുകൊണ്ട് ദയവായി മുയലച്ചൻ ഈ കുട തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. വൈദ്യനെ കണ്ടുവന്ന ഈ കുട ഞാൻ മുയലച്ചന്റെ മാളത്തിലെത്തിച്ചേക്കാം. ഒരാശുപത്രി കേസായതുകൊണ്ട് മാത്രം ഞാൻ തരാം. പക്ഷേ ഇന്ന് തന്നെ തിരിച്ചു തന്നേക്കണം. തന്നേക്കാമെന്നേ ഈ കുറുക്കച്ചൻ വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ കുട പിടിച്ചോ. ആഹാ, കിരീടം വെച്ചതുപോലുണ്ട്. എന്നാ പിന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് പൊക്ക കുറുക്കച്ച. അതെ അതെ, പാട്ട്. ഏത് പാടും? ഓ, കിട്ടിപ്പോയി. മഴ മഴ കുട കുട, മഴ വന്ന തൊപ്പിക്കുട, തൊപ്പിക്കുട മഴ വന്ന തൊപ്പിക്കുട, മഴ മഴ കുട കുട, മഴ വന്നാൽ തൊപ്പിക്കുട. ഈ പാട്ട് ഇങ്ങനെ പാടല്ലേ? അന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ കുറുക്കൻ കുടയും കൊണ്ടുപോയത്? അതെ അതെ. എന്നിട്ടിപ്പോ ആഴ്ച ഒന്നായല്ലോ, കുട എവിടെ? ആ കുറുക്കൻ എവിടെയെന്നറിഞ്ഞാലല്ലേ കുട എവിടെയെന്നറിയാൻ പറ്റൂ. ഓ, നിങ്ങളിങ്ങനെ തറുതലയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കുറുക്കന്റെ വീട്ടിൽ ചെന്ന് വേഗം കുട വാങ്ങിച്ചോണ്ട് വാ. ആ ശരി. അയ്യോ, ആ ചിന്നമ്മയിലാണല്ലോ വരുന്നത്. അവന്റെ കൊട ചോദിക്കാനായിരിക്കും. ആ, എന്തെങ്കിലും പറഞ്ഞ് അവനെ പറ്റിക്കണം. ഇല്ലെങ്കിൽ കുട തിരികെ കൊടുക്കേണ്ടി വരും. ആ, ഇത് തന്നെ സൂത്രം. വാടാ മഞ്ഞള് ചുക്കുകടുക്ക, സോഡാ നീരിൽ അരച്ചു കുടിക്ക. വാടാ മഞ്ഞളും ചുക്കും കടുക്കയും ഒപ്പിച്ചു ഈ സോഡാ നീര്. ഓ, എന്താണാവോ? കുറുക്കച്ച. ആരാ? എന്താ? ഓ, ആ ചിന്നമ്മയിലല്ലേ? എന്താണാവോ? എന്താണെന്ന് മനസ്സിലായില്ലേ? അന്ന് തന്നെ തന്നേക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയ എന്റെ തൊപ്പിക്കൂടെ എവിടെ? എനിക്കത് വേണം. ഓ ഓ, അത് മുയലച്ചാ. ഞാൻ അന്ന് വൈദ്യനെ കണ്ട് മരുന്നും വാങ്ങി വരികയായിരുന്നു. ആ പാറക്കെട്ടിനടുത്തുള്ള അമ്മച്ചിപ്പുളിമരത്തിനടുത്ത് എത്തിയപ്പോ പെട്ടെന്നൊരു ശബ്ദം. ഓ, ഈ കാലങ്കോഴി കൂവുന്നത് പോലെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മച്ചിപ്പുളിമരപ്പൊത്തിൽ നിന്ന് വലിയൊരു പുക. അതെന്താ? പുളിമരത്തിന് ആരെങ്കിലും തീയിട്ടോ? ഏയ്, തീയൊന്നുമല്ല, പുക മാത്രം. ആ പുകയുടെ ഉള്ളിൽ ഒരു ഭൂതം. ഭൂതമോ? ഭൂതം, ഭയപ്പെടുത്തുന്ന ഭീകര ഭൂതം. അയ്യോ! പേടിച്ചു വിറച്ചു നിന്ന എന്നോട് ആ ഭൂത, എനിക്ക് തെറ്റിയാൽ അല്ല, ആ ഭൂതം പറഞ്ഞു, ജീവൻ വേണേ ആ തൊപ്പിക്കൊടയും തന്നിട്ട് ഓടിക്കോളാൻ. എന്നിട്ട് കുറുക്കച്ച ഓടിയോ? ഏയ്, ഞാൻ പറഞ്ഞു എന്റെ ജീവൻ പോയാലും ഈ തൊപ്പിക്കൊട തരില്ലെന്ന്. അപ്പം ഭൂതം എന്തു പറഞ്ഞു? ഇതെന്റെ ചങ്ങായി മുയലച്ചന്റെ തൊപ്പിക്കുടയാണ്, ഇത് തരില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പം ഭൂതം പറഞ്ഞു, കുട തന്നില്ലെങ്കിൽ നിന്നെ തിന്നുമെന്ന്. നിനക്ക് ജീവൻ വേണോ അതോ കുട വേണോന്ന്. ഞാൻ കുടയും കൊടുത്തിട്ട് ജീവനും കൊണ്ട് ഓടി. ഇവിടെ എത്തിയതേ ഞാൻ ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പനി. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ പനി മാറിയിട്ടില്ല. കാര്യം മുയലച്ചനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പനിയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്ന പനി മുയലച്ചനും പകരില്ലേ? ഈശ്വര, എന്റെ തൊപ്പിക്കുട. എന്നോട് ക്ഷമിക്കും മുയലച്ച, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇനി ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഞാൻ എന്തു പറയും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? വേണ്ട വേണ്ട, പറഞ്ഞിടത്തോളം എല്ലാം മതിയായി. ആ തൊപ്പിക്കുട കുറുക്കന് കൊടുക്കണ്ടായിരുന്നു. ഷോ കുഞ്ഞേ, എന്താണ് നിന്റെ മുഖത്തൊരു സങ്കടം? നിന്നെ ആരോ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ആരാണത്? എന്റെ പൊന്ന് കരടിയാശാനെ, എനിക്കൊരു തൊപ്പിക്കുട ഉണ്ടായിരുന്നു. ആ തൊപ്പിക്കുട തിരികെ തന്നോളാമെന്ന് പറഞ്ഞ് ആ കുറുക്കച്ച വാങ്ങിയതാണ്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു,
ഇതുവരെ തൊപ്പിക്കുടയും തന്നിട്ടില്ല. ചോദിച്ചപ്പോ ആ കുറുക്കൻ പറയുക അമ്മച്ചിപ്പുളിമരത്തിലെ ആ ഭൂതം തൊപ്പിക്കുട തട്ടിയെടുത്തെന്ന്. അമ്മച്ചിപ്പുളിമരത്തിലെ ഭൂതമോ? ഈ വനത്തിലെ സകല ഭൂതങ്ങളെയും ഒരു മന്ത്രവാദിയായ എനിക്കറിയാം. കുറുക്കൻ പറഞ്ഞതുപോലെ ഒരു ഭൂതവും അമ്മച്ചിപ്പുളിമരത്തിലില്ല. അവൻ നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് നുണയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. അതെന്താണ്? അതവനാ, എന്റെ തൊപ്പിക്കുട തട്ടിയെടുത്ത കള്ളക്കുറുക്കൻ. ആ തൊപ്പിക്കുടയും തലയിൽ വെച്ച് പമ്മി പമ്മി പോണ കണ്ട. മുയലച്ച, നീ ചെന്ന് അവനോട് ചോദിക്ക. അവൻ നിനക്ക് തൊപ്പിക്കുട തരും. ഇല്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചു തരാം. മുയലച്ചൻ ചെല്ല്. വേണ്ടി വന്ന തൃശൂർ പൂരത്തിന് ഉപയോഗിക്കണ മുത്തുക്കുട വരെ ഞാൻ അടിച്ചു മാറ്റും. പിന്നെയാ അവന്റെ ഒരു തൊപ്പിക്കുട. എടാ കള്ളക്കുറുക്ക, എന്റെ തൊപ്പിക്കുട ഇങ്ങ് താടാ. നീ വീണ്ടും വന്നോ? എടാ മൊയലച്ച, ഈ കുറുക്കച്ചനെ നിനക്ക് ശരിക്കും അറിയില്ല. അറിയാം, ശരിക്കും അറിയാം. എങ്കി പറ, ആരാ? വടിവെക്കണടത്ത് കുട വയ്ക്കാത്ത ചതിയൻ. എടാ മൊയലച്ച, ഞാനാണ് വനഭൂതം. എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ നിന്നെ ഓന്താക്കി മാറ്റും. ജീവൻ വേണേ ഓടിക്കോ. എന്റെ തൊപ്പിക്കുട തരാതെ ഞാൻ പോകില്ല. താടാ, എന്റെ തൊപ്പിക്കുട താടാ. മിണ്ടിപ്പോകരുത്. എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഞാൻ നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. ഹോം ക്രീം, ഹോം ക്രീം, ക്രീം, ഹോം ക്രീം. ആഹാ, എന്റെ തൊപ്പിക്കുട കിട്ടി. അയ്യോ, നിന്നെ പറപ്പിക്കാൻ നോക്കിയിട്ട് ഞാനാണല്ലോ പറക്കണത്. ഇതെന്തോന്നും അറിവായം. എടാ കള്ള കുറുക്ക, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന എനിക്ക് ചുടാത്ത കുറുക്കനെ പറപ്പിക്കാനും അറിയാം. അതിന് മന്ത്രവാദമൊന്നും വേണ്ടടാ. അയ്യോ!